നമസ്തേ. കശ്മീർ വാദം ഉപേക്ഷിച്ച് കേരളവാദം ഉന്നയിക്കാൻ പാകിസ്ഥാൻ തയ്യാറായാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇസ്ലാമിക വർഗീയതയെ താലോലിച്ചുകൊണ്ട് കിട്ടുന്ന അവസരത്തിൽ ഹിന്ദുത്വത്തെ അവഹേളിക്കുക എന്ന സ്ഥിരം കലാപരിപാടിയുമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്പോൺസർഷിപ്പിൽ കമ്മ്യൂണിസ്റ്റ് മതവിഭാഗം ഇത്തരത്തിലുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ആസൂത്രണം ഇസ്ലാമിക ഭീകര പ്രസ്ഥാനങ്ങളുടേതാണെങ്കിലും നടത്തിപ്പിനായി അവർ CPM-നെ ചുമതലപ്പെടുത്തിയെന്ന് വേണം കരുതാൻ. തങ്ങൾ നേരിട്ട് ഈ പ്രചരണം നടത്തിയാൽ വർഗീയ പരിപാടിയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുമെന്നും CPM-നെ ചുമതലപ്പെടുത്തിയാൽ വിപ്ലവ പ്രചരണമായി മരമണ്ടന്മാരായ മലയാളികൾ വിശ്വസിച്ചുകൊള്ളുമെന്നും അസ്ത്രം ഗഫൂറുമാർ ഉപദേശിക്കുന്നു. RSSന്റെ പുറത്ത് ചാരിക്കൊണ്ട് സനാതന ധർമ്മ സംസ്കാരത്തെയും ഹൈന്ദവീകതയെയും അപകീർത്തിപ്പെടുത്തുമ്പോൾ മതേതര ഹിന്ദു നാമധാരികൾ തങ്ങളെ പിന്തുണയ്ക്കും എന്ന പൊതുധാരണയാണ് കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമിസ്റ്റ് മതപ്രചാരകരെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത്. സനാതന സംസ്കാരത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രതിരോധത്തിന് വരുന്നവരെ സംഖ്യപ്പട്ടം ചാർത്തി ചാണകം തളിച്ചുവിട്ടാൽ അവർ പിന്നെ തല പൊക്കില്ല എന്ന ഹിന്ദു വിരുദ്ധരുടെ ക്ലീശ ഏർപ്പാട് ഇനിയും വിലപ്പോകില്ല എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം ഇവർക്കില്ലാതെ പോയത് നാട്ടുകാരുടെ കുഴപ്പമല്ലല്ലോ. വിദ്യാലയങ്ങളിലും തൊഴിലിടങ്ങളിലും സാംസ്കാരിക മേഖലയിലും നാട്ടിലാകെയും മദ്യവും മയക്കുമരുന്നും നൽകി ലിംഗഭേദമന്യേ ലൈംഗിക ആഭാസങ്ങൾക്ക് പരസ്യ പിന്തുണ ഒരുക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമിസ്റ്റ് മതങ്ങളിൽ നിന്നും നാം നാടിന് നന്മ പ്രതീക്ഷിക്കരുത്. ഈ കച്ചവടത്തിനിടയിൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും നിയമക്കുരുക്കുകളിൽ പിടിക്കപ്പെട്ടാൽ തൊലിയുടെ നിറം ജാതിയുടെ പേരും പറഞ്ഞ ബ്രാഹ്മണിക് ഹെജ്മണി എന്ന ബ്രഹ്മാസ്ത്രം എയ്ത് ഇരവാദം ഉന്നയിക്കണമെന്നത് ഇക്കൂട്ടരുടെ കുതന്ത്രങ്ങളിലൊന്നാണ്. അവരവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ലഹരികൾക്ക് അടിമകളാക്കിയാൽ ആ നാട് നശിക്കാൻ അതിലും വലിയ അണുബോംബില്ലെന്ന പ്രായോഗിക പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന രണ്ട് മതങ്ങളാണ് കമ്മ്യൂണിസവും ഇസ്ലാമിസവും. ഈശ്വര കൃപയാൽ ഈ രണ്ടിസങ്ങളെയും മാലോകർ മനസ്സിലാക്കി ആഗോള രാഷ്ട്രങ്ങളിൽ നിന്നും ഇവയെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു എന്നത് ആശ്വാസം നൽകുന്നു. സദാം ഹുസൈൻ, ബിൻ ലാദൻ, അജ്മൽ കസബ്, മദനി, തുർക്കി, പാലസ്തീൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ തുടങ്ങി നിരവധി ഇസ്ലാമിക ഭീകരതയുടെ പ്രതീകങ്ങൾക്കായി സ്ഥിരം ഐക്യദാർഢ്യ റാലികൾ നടത്തുകയും നിയമസഭയിൽ പ്രമേയങ്ങൾ പാസാക്കുകയും ചെയ്യുന്നവരിൽ നിന്നും മറിച്ചൊന്നും ഭാരതം പ്രതീക്ഷിക്കുന്നില്ല. ഒരുപക്ഷെ കശ്മീരിന് വേണ്ടി പാകിസ്ഥാൻ ഉന്നയിക്കുന്ന അവകാശവാദം ഉപേക്ഷിക്കാൻ പോലും അവർ തയ്യാറാകുമത്രേ. പകരം ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള പാവയ്ക്ക പോലെയുള്ള അൽ കേരളം മതിയത്രേ. കാരണം പാകിസ്ഥാൻ പൗരന്മാരെക്കാൾ ഇസ്ലാമിക ഭീകരബോധം അൽ കേരളത്തിലുള്ളവർക്കുണ്ടെന്നാണ് പാകിസ്ഥാൻ തന്നെ പറയുന്നത്. KPCCയുടെ എക്സ് ട്വീറ്റും മലയാളിയായ CPM ജനറൽ സെക്രട്ടറിയുടെ ഉൾപ്പെടെയുള്ള CPM നേതാക്കളുടെ പ്രസ്താവനകളും MLA-മാർ, MP-മാർ എന്നിവരുടെ ഇസ്ലാമിക നിലപാടുകളും പാകിസ്ഥാൻ ആഗോളതലത്തിൽ ചർച്ചിക്കാൻ ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമാണെന്ന് സംശയിക്കാവുന്നതാണ്. കേരള നിയമസഭയുടെ പ്രമേയങ്ങളും CPM, കോൺഗ്രസ് എന്നിവയുടെ നിലപാടുകളും കാണുമ്പോൾ കശ്മീരിനേക്കാൾ തങ്ങൾക്ക് അഭികാമ്യമായത് അൽ കേരളമാണെന്ന് പാകിസ്ഥാൻകാർ വിശ്വസിക്കുന്നു. ഇസ്ലാം ഭീകരർക്ക് ലോകത്ത് എവിടെ വീണ് പരിക്ക് പറ്റിയാലും അൽ കേരളത്തിൽ തെരുവുജാഥ നടത്താൻ സ്ഥിരം ആളുകളുണ്ട് എന്നത് തീവ്ര ഇസ്ലാമിക് രാഷ്ട്രങ്ങളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നുണ്ടെന്ന് പാകിസ്ഥാൻ കരുതിയാൽ അവരെ കുറ്റം പറയാനാകില്ല. ഇന്ന് കേരളവും കാശ്മീരും തമ്മിൽ വെച്ചുമാറിയാൽ നാളെ തമിഴ്നാടിനെയും കർണാടകയെയും ചേർത്ത് പിടിക്കാമെന്നും ശേഷം ആന്ധ്രയും തെലങ്കാനയും തങ്ങളുടെ കയ്യിലിരിക്കുമെന്നും കട്ടിംഗ് സൗത്ത് സെമിനാർ കണക്കിലെടുത്ത് പാകിസ്ഥാനെ മുമ്പിൽ നിർത്തി കളിക്കുന്ന ചൈന വിശ്വസിക്കുന്നു. ലോകത്തൊരു ഇസ്ലാമിക രാഷ്ട്രം പോലും നടത്താത്തതോ ചിന്തിക്കാത്തതോ ആയ ഇസ്ലാമിക ഭീകരവാദ പ്രചാരണമാണ് കേരളത്തിൽ അരങ്ങേറുന്നത്. പഹൽഗാമിന്റെ മറവിൽ ഹമാസ് ഭീകരതയെ വെളുപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് മതത്തിന്റെ ഭീകരവിരുദ്ധ സദസ്സുകൾ കൊണ്ട് ഇസ്ലാമിക ഭീകര സംഘടനകൾ ഉദ്ദേശിക്കുന്നത് എന്നതിൽ തർക്കമില്ല. BSF, CRPF, പട്ടാളം എന്നിവർ പഹൽഗാമിൽ എത്തിച്ചേരുന്നതിന് മുൻപ് ഭീകരരോട് മല്ലിട്ട് രക്തസാക്ഷിത്വം വരിച്ചത് ഒരു മുസൽമാനാണ് എന്ന് പറയാനാണ് ഇവരുടെ തയ്യാറെടുപ്പ്. അതാണ് ഇവരുടെ സദസ്സിലെ പ്രധാന പ്രമേയം. അതിലൂടെ ഇസ്ലാമിലെ ഭീകരവാദ മുഖത്തെ മറച്ചുപിടിക്കാമെന്ന ജമാഅത്തെ ഇസ്ലാമിന്റെ ആവശ്യപ്രകാരം CPM നടത്തുന്ന ഭീകരവിരുദ്ധ സദസ്സുകളിലൂടെ സാധിക്കുമെന്ന് ഇസ്ലാമിക ഭീകര സംഘടനകൾ പ്രതീക്ഷിക്കുന്നു. വിനോദസഞ്ചാരികളെ ഇസ്ലാമിസ്റ്റ് ഭീകരർ കൊന്നുവെന്ന് പറയാനോ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി അനുശോചിക്കാനോ അല്ല കട്ടിംഗ് സൗത്ത് സെമിനാറിന് നേതൃത്വം കൊടുത്തവരുടെ ലക്ഷ്യം. പമ്പരവിഡ്ഢികളായ കുറേ മതേതര ഹിന്ദുക്കളെയും കുടുംബശ്രീ ആശാപ്രവർത്തകരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സദസ്സുകൾ നിറയ്ക്കാമെന്നാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. UDF, LDF എന്നീ വിഭാഗങ്ങൾ മത്സരിച്ചു നടത്തുന്ന ഇസ്ലാമിക പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായി 1921 മലബാർ മാപ്പിള ലഹളയേക്കാൾ അതിഭീകരവും അപകടകരവുമായ അവസ്ഥയിലേക്കാണ് കേരളം കടന്നു ചെന്നിരിക്കുന്നത്. ആസന്നമായ തെരഞ്ഞെടുപ്പുകളിൽ തികച്ചും ജനാധിപത്യപരമായ വോട്ടിംഗ് പ്രക്രിയയിലൂടെ ഇത്തരം രാജ്യദ്രോഹ കൂട്ടുകെട്ടുകളെ അറബിക്കടലിൽ കെട്ടിത്താഴ്ത്തുക എന്ന മഹനീയ കർമ്മമാണ് യഥാർത്ഥ മതേതര വിശ്വാസികൾ നമ്മുടെ നാടിന്റെ ഭദ്രതയ്ക്കും അഴിമതിരഹിത വികസനത്തിനും ഭീതിരഹിത ജീവിതത്തിനും വേണ്ടി അടിയന്തരമായി ചെയ്യേണ്ടത്.